വിവാഹത്തെ കുറിച്ചിട്ട് ഒരുപാട് പേടിപ്പെടുത്തുന്ന കേസുകളും പേടിപ്പെടുത്തുന്ന കഥകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്തായിപ്പോയി, എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ഓരോ മക്കളും സ്വന്തത്തോടൊന്ന് ചോദിച്ചാൽ മാത്രം മതി. നമുക്കറിയാം, ഒരുപാട് കഥകളും പേടിപ്പെടുത്തുന്ന ആത്മഹത്യ കേസുകളെല്ലാം നമ്മൾ ഇന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത മാതാപിതാക്കളോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന മക്കളോ ആണ് ഇതിലൊക്കെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു കല്യാണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ ആഡംബരത്തോടു കൂടി കഴിയേണ്ട ഒന്നല്ല. നേരെ മറിച്ച് രണ്ട് കുടുംബങ്ങൾ മനസ്സിലാക്കി, രണ്ട് മനുഷ്യർ മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി മുന്നോട്ട് നയിക്കേണ്ട ലൈഫ് ലോങ് ബ്യൂട്ടിഫുൾ ജേണിയാണ് മാരേജ് എന്ന് പറയുന്നത്. മക്കൾ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന സമയത്ത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പെണ്ണിന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ആണിന്റെ വൈവാഹിക ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഓരോ രക്ഷിതാക്കളും വീടുകളിൽ നിന്ന് തന്നെ തയ്യാറാവേണ്ടതാണ്. ഇതുവരെ വന്ന കേസുകളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മക്കളെല്ലാം പറയുന്നുണ്ട്, അമ്മ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഉമ്മ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് മകനെ അഡ്ജസ്റ്റ് ചെയ്യൂ, ഇതാണ് ജീവിതം എന്ന് പറയുന്നതിൽ പകരം നീ എത്ര ചാൻസ് അവന് കൊടുത്തു, നീ എത്ര ചാൻസ് അവൾക്ക് കൊടുത്തു എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്ന രക്ഷിതാക്കളാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വേണ്ടത്. മക്കളെ പണത്തിനും സ്വർണത്തിനും വിൽക്കുന്നതിന് പകരം നല്ലൊരു സമാധാനപരമായ കുടുംബവും അതുപോലെ തന്നെ ജീവിതകാലം നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ല പാർട്ട്ണറെയും ചൂസ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യത. പണത്തിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ആലോചിക്കുക, എന്റെ മക്കളുടെ ഭാവി എന്തിലേക്കാണ് പോകുന്നത്. പെൺമക്കളെയൊക്കെ കെട്ടിച്ച് വിടുക എന്ന് പറയാറുണ്ട്. എവിടെയും വിടണ്ട, നിങ്ങളുടെ സ്വന്തം മക്കളാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രശ്നങ്ങളുമായിട്ട് കയറി വരുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന രക്ഷിതാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കേസുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കുറക്കാൻ പറ്റും. രണ്ടഭിപ്രായമുള്ള മനുഷ്യന്മാർ ഒരുമിച്ച് കൂടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് ഇമോഷണൽ മെച്ചോറിറ്റി ആസ് എൻ വുമൺ അല്ല ആസ് എ മെൻ യു ഷുഡ് റേസ് ദാറ്റ്. എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, മക്കളെ ചേർത്ത് പിടിക്കാം. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എത്ര ചാൻസ് നീ കൊടുത്തു, എത്ര കാലം നീ അഡ്ജസ്റ്റ് ചെയ്തു, ഇനി നിനക്ക് ചെയ്യാൻ പറ്റുമോ, നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഓരോ വാപ്പമാരും ഉമ്മമാരും ഓരോ അച്ഛന്മാരും അമ്മമാരും നമ്മുടെ നാടുകളിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. ഇത് ചോദിക്കാതെ എടുക്കുന്ന കാലത്താണ് മക്കളെ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതം തന്നെ കളയുന്നത്. മീഡിയ വൺ ഇറക്കിയ ഈ ഒരു ക്യാമ്പയിൻ ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായി മാറട്ടെ. ഇത് കേട്ടിട്ടെങ്കിലും ഏതെങ്കിലും മക്കൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ്, എനിക്ക് എന്റെ മാതാപിതാക്കളോട് പറയണം എന്ന് തോന്നുകയാണെങ്കിൽ ഗോ റൺ ബാക്ക് ടു യുവർ പാരന്റ്സ് ആൻഡ് ടെൽ ദം ഐ ആം ഇൻ എ ഡിഫറെന്റ് സിറ്റുവേഷൻ. എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം എന്ന് പറയാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ള ഓരോ മക്കളായിട്ട് നിങ്ങൾ വളർന്നു വരേണ്ടതാണ്. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനുള്ളതല്ല വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാണ്, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗോ റൺ ബാക്ക് ടു യുവർ പാരന്റ്സ് ആൻഡ് ടെൽ ദം ഐ എം ഗോയിങ് ത്രൂ ദിസ് സിറ്റുവേഷൻ, എനിക്ക് പറ്റുന്നില്ല അമ്മ, എനിക്ക് പറ്റുന്നില്ല അച്ഛ എന്ന് പറയാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ള പെൺമക്കളായും ആൺമക്കളായും നിങ്ങൾ വളർന്നു വരേണ്ടതാണ്. മൗനം വെടിയാം അതിജീവിക്കാം എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ലക്ഷങ്ങളിലേക്ക് എത്തട്ടെ, മലയാളികളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദിസ് ക്യാമ്പയിൻ. ഒരുപാട് പേർക്ക് നല്ലൊരു താങ്ങും തടലുമായിട്ട് ഈ ക്യാമ്പയിൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.